അസ്സലാമു അലൈക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു മംഗലത്തിന് പോവുകയാണ്. മംഗലത്തിന് പോകുമ്പോൾ ഇത് കർണാടകത്തിലാണ് കല്യാണം. അപ്പോൾ ഏകദേശം ഒരു 15 മീത്ത ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മൂത്തമ്മൻ്റെ പോരെയാണ് കർണാടക. അപ്പോൾ കർണാടക മൂത്തമ്മൻ്റെ മാപ്പിളിൻ്റെ ഫാമിലിയാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ മുമ്പേ പ്ലാനാക്കിന് എല്ലാവരും പോവാന്ന്. എന്ന് വെച്ചാൽ അങ്ങോട്ടെല്ലാം മംഗലുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് ലോങ്ങാണ്, 2-2.5 മണിക്കൂർ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും ബസ്സിൽ ആണ് പോകുന്നത്. അങ്ങനെ കാസർഗോഡ് ഡിപ്പോയിലെത്തി. കാസർഗോഡ് ഡിപ്പോന്ന് കർണാടക ബസ്സാണ് പിടിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു പരിപാടി കടന്ന് ആ പരിപാടി വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചെറിയൊരു പാർട്ടിയാണ് അവിടെ കൊടുക്കുന്നത്. പായസം പാർട്ടിയാണ്. അപ്പോൾ നമ്മളാൾക്കാരെല്ലാം വന്നിട്ട് അവിടുന്ന് പായസം കുടിച്ച് ഏകദേശം എൻ്റെ പെങ്ങോ അനിയത്തി എൻ്റെ വൈഫ് എല്ലാം പായസം എല്ലാം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം നല്ല മധുരം കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിച്ചു ടോയ്സ് എന്തെങ്കിലും, കാരണം വെച്ചാൽ എവിടെങ്ങ് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഈ ടോയ്സ് വെച്ചാൽ അയച്ചു ദീദി കൊടുത്തതാണ്. ഈ ടോയ്സ് എൻ്റെ ഇളമാൻ്റെ മോള് കൊടുത്തതാണ്. ആ ടോയ്സ് ഞങ്ങൾക്ക് പായസം എല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ട് കുടിച്ചുകൊണ്ടുണ്ടായിനി പായസം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറുമ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര പാങ്ങുണ്ടായിന്. ഒരു പെരുന്ന എങ്ങനെ വരുന്നത് അതേപോലെ ഒരു ഫീലിങ്. പെരുന്നാൻ്റെ പിറ്റേ ദിവസം, കാരണം വെച്ചാൽ കുടുംബക്കാരെല്ലാം ഒത്തൊരുമിച്ചൊരു ടൈമാണ് പെരുന്നാൻ്റെ ആ പിറ്റേ ദിവസം. അതേപോലെ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ പോയി. ഏകദേശം ഒരു 16 ആളുടെ മീത്ത ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ തെക്കോടാണ് ചെയ്യേണ്ടത്. അങ്ങനെ തെക്കോട് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ റിക്ഷ പിടിക്കേണ്ടതാണ് ഈ ഹോളിലേക്ക്, താജ്മഹൽ ഹോളിലേക്ക്. ഏകദേശം 4 കിലോമീറ്ററാണ് അറിഞ്ഞ സ്ഥിതിക്ക് ഉള്ളത്. ഇത് തെക്കോട് ചെറിയൊരു ടൗണാണ്. തെക്കോട് എല്ലാവരും കച്ചവടമാക്കുന്നത്. അങ്ങനെ പാലത്തിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ആൾക്കാർ കച്ചവടമാക്കുന്നുണ്ട്. ഞങ്ങൾ റിക്ഷയിലാണ് പോയത്. ഏകദേശം ഒരു തെക്കോടുന്ന് 4 കിലോമീറ്ററാണ് ഈ ഹോളിലേക്ക് ഉള്ളത്. ഏകദേശം ഒരു 100 ഉറുപ്പിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വാടക വരുന്നത്. അങ്ങനെ തെക്കോട് പോകുമ്പോൾ പുറത്തുള്ള ചെറിയ ചെറിയ കാഴ്ചയാണ്. കാരണം വെച്ചാൽ നല്ല നല്ല പ്ലേസാണ് ഉള്ളത്. നല്ല നല്ല റോഡും എന്ന് വെച്ചാൽ അത്ര ഉള്ളിലല്ല ഈ ഹോളുള്ളത്. നല്ല നല്ല പ്ലേസും നല്ല നല്ല ആൾക്കാരും അതുപോലത്തെ നല്ല നല്ല ബിൽഡിങ്ങുമാണ് കാണുന്നുള്ളത്. ഇതൊരു കടലിൻ്റെ സൈഡാണ് ഈ ഹാള് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പ്ലാനാക്കിന് ഈ ബീച്ചിലേക്ക് നേരെ ബീച്ചിൽ പോയിട്ട് അവിടെ കുറച്ച് വ്യൂ കണ്ടിട്ടായിട്ട് തിരിച്ചിട്ട് വരണമെന്നാണ് നമ്മൾ മുമ്പേ പ്ലാനാക്കിയത്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് എത്തി. താജ്മഹൽ ഹാളാണ് ഈ മോള്. അത് എന്നോട് ഒരു 80 ഉറുപ്പ് എടുത്ത്, കാരണം വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബറാണ് അയാൾ. അങ്ങനെ എന്നോട് അവർ 80 ഉറുപ്പാണ് എടുത്തത്. ഇയാൾ നല്ലൊരു വലിപ്പമുള്ള നല്ലൊരു ആൾക്കാരെ ഒരു 2000 ആൾക്കാരെ കൊള്ളുന്ന ഒരു ഹാളാണ് ഇയാൾ. 2000 അതിൻ്റെ മേളിലും പോവും. നല്ല ഫുഡായിരുന്നു. നല്ല ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചത്, നല്ലൊരു ഫുഡായിരുന്നു. ഇതാണ് ഹാളിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം ആൾക്കാർ പോയിന്. ഏകദേശം എത്തുമ്പോൾ 2:30 മണിയായിന്. പിന്നെ ബീച്ച് ടൗണിൽ ഏകദേശം ഒരു 3:30-4 മണിൻ്റെ അടുത്തായിന്. അപ്പോൾ നമുക്ക് വേഗം 2-2.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി അവിടുന്ന്. പിന്നെ നിയാസ്റ്റ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അവിടുന്ന് വിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാൻ പ്ലാനാക്കിന്. അപ്പോൾ പ്ലാനാക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ദർഗയുണ്ട്. അവിടെ നിന്ന് ചെറുങ്ങനെ ഒരു ഇതുമായിരുന്നിട്ട് അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് പോകാനാണ് പ്ലാനുള്ളത്. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു മരത്തിൻ്റെ അതേപോലെ നല്ല വ്യൂവും നല്ല കണ്ടിന്, നല്ല ഉണ്ട് കാണാൻ. നടന്നിട്ട് പോകാനേ ഉള്ളൂ ദർഗക്ക്. ഏകദേശം ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇനി ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ദർഗേൻ്റെ അടുത്ത് ഡ്രോപ്പാക്കിന്. നമ്മൾ പെട്ടെന്ന് എത്തി. അങ്ങനെ പുള്ളറെല്ലാം കുറച്ച് സെറ്റായി. കുത്തക്കിട് വീണ്ടും ചാലായി പുള്ളറെ. അങ്ങനെ ദർഗക്ക് ഇതുമായിരുന്നു. അതിനടുത്തുള്ള ബീച്ചിലേക്ക് വന്ന് ബീച്ചുമ്പോൾ പുള്ളറിങ്ങനെ പോയിക്കൊണ്ടുണ്ട്. അതിൽ കയറുക. കയറുമ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആകും. കാരണം വെച്ചാൽ നമുക്ക് 2.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം. നമുക്ക് അധികം സ്പെൻഡ് ആക്കാനുള്ള നമുക്ക് ടൈമില്ല. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ടൈം സ്പെൻഡ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ആൾ മരിച്ചത് കൊണ്ട് ആരോ മുങ്ങി മരിച്ചിന്. അതിൻ്റെ ബോഡി കരക്കടിഞ്ഞത് കൊണ്ട് എല്ലാവർക്കും പേടിയാണ് അങ്ങോട്ട് പോകാൻ. അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ ആരും അങ്ങോട്ട് പോകുന്നില്ല. ആണുങ്ങേ പോന്നു. പെണ്ണുങ്ങൾക്കെല്ലാം പേടിയാകുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ അമ്മ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പായി. കാരണം വെച്ചാൽ പോലീസെല്ലാം വന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ പെട്ടെന്ന് അമ്മ അവിടുന്ന് പോയി. ഇതാണ് പോകുമ്പോൾ ചെറിയ ചെറിയ പീഡിയക്കാരും പിന്നെ കച്ചവടവും
10-30 20 വരുന്ന സാധനവും പിന്നെ അതുപോലെ തന്നെ ഫുഡും ചെറിയ നമ്മൾ ഫുഡ് കഴിച്ചത് കൊണ്ട് വയറ് ഗമ്മത്ത് ഇങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നിച്ച അങ്ങനെ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പാണ്. ചോദിക്കേണ്ട അത് വേണമെന്ന് എന്നുവെച്ചാൽ നമ്മൾ അതിലൊന്ന് കയറിയെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റായി പോകും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പായി. നമ്മളെ പ്ലാന് നെക്സ്റ്റ് ഉള്ളാളപ്പള്ളിക്ക് പോകാൻ. ഉള്ളാളപ്പള്ളി എന്ന് പറയുമ്പോൾ നല്ല കറാമത്തുള്ളൊരു പള്ളിയാണ് ഉള്ളാളപ്പള്ളി. കാരണം വെച്ചാൽ ഉള്ളാളപ്പള്ളി ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ആപ്പാനെ ഇവിടെയാണ് മറവ് ചെയ്തത്. അവൻ ആപ്പാൻ്റെ കബറടുത്തെല്ലാം നമ്മൾ പോയിന്. അസ്സലാമു അലൈക്കും അദാറക്കൽ ഖൗമിൻ ഇൻഷാ അല്ലാഹ് ലകുമാ യകൂൻ. ഇതാണ് ആപ്പാൻ്റെ ഖബർ ഉള്ള സ്ഥലം. അതിനവിടെ പോയിട്ട് ഞങ്ങൾ ദുആയിരുന്നു. നമുക്ക് അറിയുന്നത് പോലെയാണ് ഞങ്ങൾ ദുആയിരുന്നത്. അപ്പോൾ അവിടെ നവാസ് ഉണ്ടായിരുന്നു, ഞാൻ ദുആയിരുന്നു. നവാസ് അവിടെ ആമീൻ ആക്കാൻ ഉണ്ടായിരുന്നു. ഇതാണ് അടുത്തുള്ള ചായപ്പൊടി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ച്. ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ചായക്ക് 20 റുപ്യാണ് ഇവിടെ ഉള്ളത്. പള്ളീൻ്റെ അടുത്തുള്ള ചായപ്പൊടിയാണ്. ഞാനും നവാസും ചായ കുടിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു ചായ വാങ്ങി തരുമെന്ന്. കാരണം വെച്ചാൽ പൈസ ചോദിച്ചില്ല, ഞാൻ കൊടുക്കേണ്ടില്ല. അങ്ങനെ ആ പെണ്ണ് കുഞ്ഞ് വന്നിട്ട് എന്നോട് ചായ വാങ്ങി തരുമെന്ന് വെച്ചാൽ അങ്ങനെ 2 ചായ വാങ്ങിച്ച് കുടിച്ച്. നമ്മൾ 4 ഒക്കെയാണ് ചായ കുടിച്ചത്. അങ്ങനെ ഉള്ളാള പള്ളി കാണാൻ പുറത്തെത്താൻ നല്ലൊരു വ്യൂ ആണ്. ഇതാണ് ഉള്ളാള ജുമാ മസ്ജിദ്, ദർഗയാണ്. ഇവിടുത്തെ വലിയൊരു കറാമത്തുള്ളൊരു നല്ലൊരു സ്ഥലം. അങ്ങനെ ഉള്ളാള പള്ളീൻ്റെ നെക്സ്റ്റുള്ള പള്ളീൻ്റെ ഒരു വ്യൂ ആണ് ഈ വ്യൂ. എന്ന് വെച്ചാൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഏകദേശം പണ്ടത്തെ മോഡലും ഇപ്പോഴത്തെ മോഡലൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു മിഡിലാണ്, നല്ല മോഡലുള്ള നല്ല പള്ളിയാണ്. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ ദർഗൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ദർഗൻ്റെ ഉള്ളിലത്തെ നല്ലൊരു വ്യൂ. കാരണം വെച്ചാൽ ഗോൾഡനിൽ ബ്ലാക്കിൽ എഴുതിയൊരു നല്ല ഡിസൈനാണ്. കാരണം വെച്ചാൽ നല്ല പാങ്ങുണ്ട് കാണാൻ. ഇതാണ് ഉപ്പപ്പ, ഉള്ളാള ഉപ്പപ്പ, ഉള്ളാള ഷൂഫി ഇതിൽ എല്ലാം പറയാറുണ്ട്. പിന്നെ അധികം വിശദീകരിക്കുന്നില്ല നമ്മൾ. പിന്നെ നല്ലൊരു പള്ളീൻ്റെ ഇതാണ്. പിന്നെ പുറത്തുള്ള വ്യൂ നല്ലൊരു വ്യൂ ആണ്. കാരണം വെച്ചാൽ മിനാരവും കുബ്ബയും നല്ലൊരു വ്യൂ ആണ്. ഇതാണ് കിണറ്റിൽ ചാവിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ പൈസ ഇട്ടിന്. എന്തിനൊന്നും അറിയില്ല, വിശദീകരിക്കുന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു ടൈമായി. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് വന്ന്. എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടായത് കൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പായി. എന്ന് വെച്ചാൽ പുള്ളർ എല്ലാം കോളെല്ലാം നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാണുന്നു അറിയാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ പുള്ളർ പറയുന്നുണ്ട് അവിടെ മീനുണ്ട്, എന്തെല്ലാം പറയുന്നുണ്ട് പുള്ളർ. അങ്ങനെ തെക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ബസ് കയറാൻ വേണ്ടി വെയിറ്റാക്കിയാണ്. അങ്ങനെ ബസ് ഇപ്പോൾ വരുമെന്ന് നമുക്കൊരു ന്യൂസ് കിട്ടി. അങ്ങനെ ബസ് വന്ന്. ബസ് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ എന്തായാലും കയറി. എല്ലാവരും നിന്ന്. കാരണം വെച്ചാൽ എനിക്കറിയാം ഇപ്പോഴെത്തിയാൽ കുറച്ച് ആൾക്കാർ കുറയുമെന്ന്. അങ്ങനെ ഇപ്പോഴെത്താൻ വേണ്ടി ഞങ്ങൾ വെയിറ്റാക്കി. അടുത്തോളം നമ്മൾ നിന്ന് ചെജ്ജൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഉപ്പളക്ക് എത്തിച്ചാകുമ്പോൾ ഏകദേശം എല്ലാവർക്കും സീറ്റ് കിട്ടി. ഞാൻ എല്ലാവരും ഇരുന്ന് പോയതാണ് കാസർഗോഡ്. പിന്നെ കാസർഗോഡ് എത്തുമ്പോൾ ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ അടുത്ത് ടൈമായിന്. കാസർഗോഡ് ഡിപ്പോയിലെത്തിയാൽ നമുക്ക് അപ്പം തന്നെ അവിടുന്ന് ചട്ടഞ്ചാൽ കോഴിയെടുക്കാൻ പോയി ചട്ടഞ്ചാൽ ബസ് കിട്ടും. അങ്ങനെ ബസ്സിൽ കയറിയാകുമ്പോൾ ബസ്സിൽ ആരും ഉണ്ടായിച്ച. അപ്പം നമുക്ക് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിന് എല്ലാവർക്കും. ഏകദേശം ഒരു 10 ആളുണ്ടായിന്. എല്ലാവരും ഇരുന്നിട്ടാണ് നമ്മൾ പോയത്. ഞങ്ങൾ ഡിപ്പോയിൽ പോകാനുള്ള കാരണം വെച്ചാൽ അവിടെ നമുക്ക് ഇരിക്കാൻ തന്നെ നമുക്ക് സ്ഥലം കിട്ടും. അവിടെ പോയാൽ നമുക്ക് ഇരുന്നിട്ട് തന്നെ യാത്ര ചെയ്യാം. നമ്മൾ എല്ലാവരും സുഖത്തിലാണ് പോയത്. അങ്ങനെ ഈ ചെമ്മനാട് ഈ ടേൺ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം വെച്ചാൽ എപ്പോഴും ഇവിടെ ഒരു ബ്ലോക്ക് ആകുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. അങ്ങനെ ഈ ഏരിയയും അങ്ങനെ പാസ്സായി. അങ്ങനെ കോളെടുക്കെത്തി. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്.